നിങ്ങൾ അടുത്ത കാലത്തായി ഒരു പുതിയ സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ മാക്ബുക്കോ അതോ പ്ലേ സ്റ്റേഷനോ വാങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വാങ്ങിയവരാണോ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ എല്ലാം വില കുത്തനെ ഉയരുകയാണ്. ഇതിനു പിന്നിൽ ലോകത്തുരുണ്ടുകൂടുന്ന വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ടെക് ലോകം ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചിപ്പ് ക്ഷാമത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് റാമഘടൻ എന്നാണ്. സാധാരണക്കാരായ ഉപയോക്താക്കളെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ പ്രതിസന്ധി. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു ചിപ്പ് ക്ഷാമം രൂപപ്പെടുന്നത്? ഇതിൻ്റെ ആഗോള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഏതൊരു ഡിജിറ്റൽ ഉപകരണത്തിൻ്റെയും തലച്ചോർ എന്ന് പറയുന്നത് അതിലെ പ്രോസസ്സറുകളും മെമ്മറി ചിപ്പുകളുമാണ്. സ്മാർട്ട് ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കുന്ന ഡ്രാം അഥവാ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ചിപ്പുകളുടെ വിപണിയിലാണ് ഇപ്പോൾ കടുത്ത ക്ഷാമം നേരിടുന്നത്. ഈ പ്രതിസന്ധിക്ക് ലോകം നൽകിയ പേരാണ് റാമഘടൻ. ലളിതമായി പറഞ്ഞാൽ, മെമ്മറി ചിപ്പുകളുടെ ഉൽപ്പാദനം കുറയുകയും എന്നാൽ അവയ്ക്കുള്ള ആവശ്യകത ലോകമെമ്പാടും കുത്തനെ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണിത്. കൂടുതൽ പരിശോധിച്ചാൽ ഇത് വിപണിയിലെ ഒരു താൽക്കാലികമായ പ്രശ്നമല്ല, മറിച്ച് സാങ്കേതികവിദ്യാ രംഗത്തെ വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ പോകുന്ന പ്രതിസന്ധിയാണെന്നാണ് കാണാനാവുക. ഇതിനു പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ചാറ്റ്ജിപിടിയും ഗൂഗിൾ ജെമിനിയും ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യകളുടെ വളർച്ചയാണ് ഒന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. AI മോഡലുകൾ പ്രവർത്തിപ്പിക്കാൻ സാധാരണ മെമ്മറിയല്ല, പകരം ഹൈ ബാൻഡ്വിഡ്ത്ത് മെമ്മറി അഥവാ HBM എന്ന അതീവ ശേഷിയുള്ള ചിപ്പുകളാണ് ആവശ്യം. സാംസങ്, SK ഹൈനിക്സ് പോലെയുള്ള വൻകിട കമ്പനികൾ തങ്ങളുടെ ഫാക്ടറികളിൽ സാധാരണ ചിപ്പുകളുടെ ഉൽപ്പാദനം നിർത്തിവെച്ച് വൻ ലാഭം തരുന്ന ഈ AI ചിപ്പുകളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഉൽപ്പാദന രംഗത്തെ നിയന്ത്രണങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. മുൻ വർഷങ്ങളിൽ വിപണിയിൽ ചിപ്പുകളുടെ സപ്ലൈ ആവശ്യത്തിലധികമായതോടെ പല കമ്പനികളും തങ്ങളുടെ ഉൽപ്പാദനശേഷി കുറച്ചിരുന്നു. പെട്ടെന്ന് AI ഡിമാൻഡ് വന്നപ്പോൾ ഉൽപ്പാദനം വീണ്ടും പൂർണ്ണമായ തോതിൽ പുനരാരംഭിക്കാൻ ഈ കമ്പനികൾക്ക് സാധിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. മൂന്നാമതായി, ടെക് ഭീമന്മാരുടെ കുത്തക നിലപാടുകളും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതായി കാണാം. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, എൻവിഡിയ തുടങ്ങിയ വൻകിട കമ്പനികൾ വിപണിയിലുള്ള മെമ്മറി ചിപ്പുകൾ വലിയ വില നൽകി കൂട്ടത്തോടെ മുൻകൂട്ടി വാങ്ങി സംഭരിക്കുകയാണ്. ഇതോടെ ചെറുകിട നിർമ്മാതാക്കൾക്ക് ചിപ്പുകൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇനി ഈ പ്രതിസന്ധി സാധാരണ ഉപഭോക്താക്കളെ എങ്ങനെയാണ് ബാധിക്കുകയെന്ന് നോക്കാം. ഇതുവരെ സാഹചര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ സാധാരണക്കാർക്കിടയിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അതിൽ ഏറ്റവും ഗൗരവമേറിയത് വിലക്കയറ്റം തന്നെയാണ്. ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മാക്ബുക്കുകൾ, ഗെയിമിംഗ് കൺസോളുകൾ എന്നിവയുടെ എല്ലാം വില വരും മാസങ്ങളിൽ വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നാണ് ആശങ്ക. പല കമ്പനികളും ഇതിനകം തന്നെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പാദന ചെലവ് കൂടുന്നതിനനുസരിച്ച് കമ്പനികൾ ഈ ബാധ്യത ഉപഭോക്താക്കളുടെ ചുമലിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഉപകരണങ്ങളുടെ ലഭ്യത കുറവാണ്. ചിപ്പുകൾ കിട്ടാത്തത് മൂലം പുതിയ മോഡൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും നിർമ്മാണം കമ്പനികൾക്ക് വെട്ടിച്ചുരുക്കേണ്ടി വരും. ഇത് വിപണിയിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഉപകരണങ്ങൾക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെടാൻ കാരണമാകും. ചെറുകിട കമ്പനികളെയും പ്രതിസന്ധി സാരമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. ആപ്പിളിനോ സാംസങ്ങിനോ വലിയ പണം നൽകി ചിപ്പുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ വിപണിയിലെ ചെറുകിട ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾക്ക് ചിപ്പുകൾ ലഭിക്കാതെ വരികയും അത് അവരുടെ ബിസിനസ്സിനെ തകർക്കുകയും ചെയ്യും. സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ചിപ്പ് ക്ഷാമം പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പുതിയ ചിപ്പ് നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിക്കാൻ കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപവും വർഷങ്ങളുടെ സമയവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലും ഇലക്ട്രോണിക്സ് വിപണിയിൽ ഈ അസ്ഥിരത തുടരും എന്നാണ് പ്രവചനം. ചുരുക്കത്തിൽ, AI സാങ്കേതിക വിദ്യകളുടെ അതിവേഗത്തിലുള്ള കുതിച്ചുചാട്ടം നമ്മുടെ നിത്യജീവിതത്തിലെ ഉപയോഗപ്രദമായ ഗാഡ്ജറ്റുകളുടെ വിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.